ഹലോ, വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഓഫ് സ്റ്റോറി ടെല്ലർ 2.2. അപ്പോൾ ഇൻസ്റ്റിഗത്താൻ്റെ പ്രതയം പുതിയ ഭാഗമാണ്. അപ്പം നമുക്ക് കഥയിലോട്ട് പോയാലോ. ഹോട്ടൽ. കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നിൽ നിന്നും ഒഴുകിപ്പോകുന്ന ചോര കാണുമ്പോഴെല്ലാം ഇഷയുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചോരയിൽ കുളിച്ചു കിടന്ന ജാനകി ഓർക്കും തോറും അവളുടെ ശരീരം വിറച്ചു. ഒപ്പം ആ കുഞ്ഞിനെ ഓർത്തതും അവൾ ഭിത്തിയിലേക്ക് ചാരി നിന്ന് കരഞ്ഞു. കുറച്ച് സമയമെടുത്തു ഇഷ പുറത്തു വരാൻ. അവൾ വെളിയിൽ വന്നതും രുദ്രൻ പെട്ടെന്ന് അകത്തുപോയി 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി വന്നു. ഡ്രസ്സ് മാറി വരുമ്പോഴെല്ലാം ഇഷയുടെ മാറ്റം രുദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവന് നിന്നത്. പക്ഷെ അവനും ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. രുദ്രൻ ഇഷയുടെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അത് കാത്തിരുന്നത് പോലെ ഇഷ അവൻ്റെ നെഞ്ചോടെ മുഖം ചേർത്ത് നിന്നു. അവളെ ചേർത്ത് പിടിച്ച രുദ്രൻ ചോദിച്ചു, ഇഷ അയ്യോ ഓക്കെ എന്നൊരു മൂളലല്ലാതെ അവളിൽ നിന്ന് മറുപടി ഒന്നും പറയുന്നില്ല. രുദ്രൻ തുടർന്നു, ഇഷ എനിക്കറിയാം നിന്റെ ഉള്ളിൽ എന്താണ് എന്ന്. അത് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന കാര്യവുമല്ല എന്നും. പക്ഷെ ഒന്നുണ്ട്. അവസാനം അവൻ പറഞ്ഞതിലെ ഉറപ്പറഞ്ഞ ഇഷ പതിയെ തല ഉയർത്തി ചോദിച്ചു, എന്താ രുദ്ര? അവളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് മുമ്പ് രുദ്രൻ അവളെ ബെഡിൽ കൊണ്ടിരുത്തി. എന്നിട്ട്, ഇഷ ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോൾ നടന്നത്, ജാനകിക്ക് സംഭവിച്ചത് നമുക്കുള്ള വാണിംഗ് ആയി നമ്മൾ കാണണം. നമുക്കോ? എന്താ രുദ്ര ഇത്? അവൾ മനസ്സിലാക്കാത്തതുപോലെ ചോദിച്ചു. അതിന് ചെറുചിരിയോടെ രുദ്രൻ അവളുടെ മുടിയിഴകൾ മുഖത്തു നിന്ന് മാറ്റി അവളോട്, ഇഷ ഞാൻ ഒന്നുമില്ലാതെ പറയില്ല എന്ന് നിനക്കറിയാലോ. അറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയുള്ള ഓരോ നിമിഷങ്ങൾ എപ്പോഴും നീ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ശത്രുക്കൾ നമുക്ക് മുന്നിലേക്ക് വരാൻ ഇനി ഒരുപാട് സമയമില്ല. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടും ഇഷ ഒന്നും പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു, അവൻ പറയുന്നത് കേൾക്കാൻ. അത് കണ്ട രുദ്രൻ, അറിയാം നിന്റെ ഉള്ളിൽ സംശയങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന്. പക്ഷെ ഒന്നും നീ അറിയാറായിട്ടില്ല. കാത്തിരിക്ക്, കുറച്ച് സമയം കൂടെ. ഇനി നീ അതെല്ലാം അറിയാൻ പറ്റുന്ന ഒരു സമയം ഒരുപാടില്ല. പക്ഷെ ഇപ്പോൾ തളരാതെ മുന്നോട്ട് പോകണം. ജാനകിക്ക് നമ്മളെ ഇപ്പോൾ ആവശ്യമാണ്. എല്ലാം മനസ്സിലായി എന്ന രീതിയിൽ തലയാട്ടിയെങ്കിലും അവളുടെ മുഖത്ത് ഇപ്പോഴും ഭയം നിറഞ്ഞു. രുദ്രന് അവളുടെ മുഖം കാണുമ്പോൾ വല്ലാത്ത വേദന തോന്നി. ഇഷ നീ എൻ്റെ പെണ്ണാണ്. എല്ലാവരും പറയുന്നത് പോലെ ചെകുത്താൻ്റെ പെണ്ണ്. ഭയമുണ്ടാകരുത്. അതിനെ തോൽപ്പിക്കുന്നത് പോലെയാണ്. നീ തളർന്നു പോയാൽ ഞാൻ തോറ്റുപോകും. ഇല്ല വേണ്ട, ഞാൻ ഓക്കെയാണ്, പെട്ടെന്ന് ഇഷ പറഞ്ഞു. അവളുടെ മറുപടിയിൽ രുദ്രൻ്റെ മുഖം തെളിഞ്ഞു. എന്നിട്ട്, ഞാനുണ്ടാകും ഇഷ. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഉറപ്പാണ്. നിന്റെ രുദ്രൻ്റെ ഉറപ്പ്. അത്രയും പറഞ്ഞ് ഇഷയുടെ നെറ്റിയിൽ രുദ്രൻ തൻ്റെ ചുണ്ടു പതിപ്പിക്കുമ്പോൾ ഇഷയുടെ ഉള്ളും ബലമേറുന്നത് അവൾ അറിഞ്ഞിരുന്നു. അങ്ങനെ ഇഷയും രുദ്രൻ ഹോസ്പിറ്റലിൽ വേഗം തന്നെ എത്തി. അവിടെ ചെന്നതും അവൻ കണ്ടിരുന്നു ജഗനെയും, ഒപ്പം ലളിത, പിന്നെ ജഗത്. അവരെ കണ്ടതും രുദ്രന്റെ മുഖത്ത് അവരോടുള്ള ദേഷ്യം ഇരച്ചു കയറി. അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി. ഇഷ അപ്പോഴേക്കും ലളിതയുടെ അടുത്ത് ചെന്ന് നിന്നു. അവരിങ്ങനെ പദം പറഞ്ഞുകൊണ്ടിരുന്നു. യോ എൻ്റെ കുഞ്ഞു പോയേ, ദൈവമോ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തു പറയും ദൈവമേ. അവരുടെ കണ്ണുനീർ കണ്ട് ഇഷയ്ക്ക് അവരെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവരുടെ സ്വഭാവം ഓർത്ത് അവൾ അവർക്കരികിൽ ഒരു നിശ്ചിത സ്ഥലമിട്ട് നിന്നു. അപ്പോഴേക്കും രുദ്രന്റെ അടുത്തേക്ക് നിത്യ വന്നു. അവൾ ലളിതയെയും ചേനയെയും പുച്ഛത്തോടെ നോക്കിക്കൊണ്ട്, രുദ്രേട്ട സർജറി കഴിഞ്ഞു, റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല എളുപ്പം മയക്കത്തില്ല, ഇപ്പം എഴുന്നേക്കും. ഇടയ്ക്കൊക്കെ രുദ്രേട്ടനെ തിരക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ എങ്ങും പോകാതെ ഇവിടെ കാണണം കേട്ടോ. അവൾക്ക് ഏട്ടനോട് എന്തോ പറയാനുണ്ട്. നിത്യ പറയുന്നത് കേട്ട് രുദ്രൻ തലയാട്ടി. രുദ്രനോട് കാര്യം പറഞ്ഞ് ഇഷ പോകുമ്പോൾ പെട്ടെന്ന് ജയദേവനും ജഗത്തും അവൻ്റെ അടുത്തേക്ക് വന്നു.
രുദ്രേട്ടാ. ജഗത്ത് വിളിച്ചു തീർന്നില്ല. രുദ്രൻ കൈ വീശിയൊന്ന് അവന് കൊടുത്തിട്ട്. എന്നിട്ട് എവിടെയായിരുന്നു? ഗർഭിണിയായൊരു പെൺകുട്ടിയെ ഒറ്റയ്ക്കിട്ടിട്ട് എവിടെയായിരുന്നു എല്ലാവരും? ആ ചോദ്യം അവൻ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രന്റെ കണ്ണ് ജയദേവനിലായിരുന്നു. അത് കണ്ട അയാൾ അവനെ നോക്കാനാകാതെ തല താഴ്ത്തി. അതേട്ടാ, ഞാൻ കൂട്ടുകാരുടെ ഒപ്പം ഞാൻ പോയപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. രുദ്രൻ ജഗത്തിന്റെ വാക്കുകൾ കേട്ട് അതിന് മറുപടി ഒന്നും നൽകാതെ. ദേവൻ അറിഞ്ഞോ? ഇല്ല മോനെ, അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? ഫ്ലൈറ്റിലായിരിക്കും, ജയൻ പതിയെ പറഞ്ഞു. അവരുടെ എല്ലാ വാക്കുകൾ കേൾക്കും തോറും രുദ്രനെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ കോൾ വരുന്നത് കണ്ട് രുദ്രൻ വേഗം ഫോൺ എടുത്തു. അപ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ ഇഷയുടെ അടുത്ത് എത്തുന്നുണ്ടായിരുന്നു. വിഷ്ണു, പറയടാ. എടാ, ഞാൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എങ്ങനെ? വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് രുദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ രുദ്ര രുദ്ര അവൻ വെളിയിലെത്തി. ഇതുവരെ ആടിയ മുഖംമൂടിയെല്ലാം അവൻ അഴിച്ചു വെച്ച് പുറത്തു വന്നു. അറിയാലോ, ഇഷ സേഫ് ആയിരിക്കണം, അത് ശ്രദ്ധിച്ചേക്കണം. അറിയാലോ? ഓർമ്മയുണ്ട്, രുദ്രൻ പറഞ്ഞു. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നിത്യ അവിടേക്ക് വരുന്നത്. അവൾ വരുന്നത് കണ്ട രുദ്രൻ പെട്ടെന്ന് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അപ്പോഴേക്കും നിത്യ അടുത്ത് വന്നിട്ട്, രുദ്രേട്ടാ. എന്താ? അവൾ മയക്കം വിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ജാനിക്ക് ഏട്ടനോട് സംസാരിക്കണമെന്ന്. അത് കേട്ട ലളിത, എവിടെ എൻ്റെ മോള്? എനിക്ക് മോളെ കാണണം. പെട്ടെന്ന് ലളിത നിത്യയുടെ അരികിലേക്ക് വന്നു. അത് കേട്ട് നിത്യ പരിഹാസത്തോടെ, സോറി വല്യമ്മേ, അവൾക്ക് ഏട്ടനെ കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അവർ അവളുടെ പരിഹാസം കേട്ട് ദേഷ്യത്തോടെ എന്തോ പറയാൻ തുടങ്ങി. എന്നാൽ തനിക്കടുത്ത് നിൽക്കുന്ന രുദ്രനെ കണ്ടതും പിന്നെ ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. രുദ്രനും ഇഷയും പോകുന്നത് കലിപ്പോടെ ആയിരുന്നു എങ്കിലും അവർ നോക്കി നിന്നു. ജാനിയുടെ റൂമിൽ അവൾ കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കി കിടക്കുകയാണ്. കാലടികളുടെ ശബ്ദം കേട്ട് ജാനകി നോക്കുമ്പോൾ തനിക്കടുത്തേക്ക് വരുന്ന രുദ്രനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അത്ര ആത്മാർത്ഥമായി. അത് രുദ്രന് മനസ്സിലായി. അതിനാൽ തന്നെ അവൻ പതിയെ അവൾക്കരികിലേക്ക് വന്നു. അവൻ അടുത്ത് ചെന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കണ്ണീരോടെ, രുദ്രേട്ടാ. ജാനിമോളെ, സോറി രുദ്രേട്ടാ, എല്ലാത്തിനും. നീ കരയാതെ, രുദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. ജാനി അവൻ്റെ സ്നേഹം കണ്ട് മനസ്സ് നിറഞ്ഞ ചിരിയോടെ അവൻ അരികിലായി നിന്ന് ഇഷയെ നോക്കിക്കൊണ്ട്, ഏട്ടത്തി. അവളുടെ വിളിയിൽ ഇഷയുടെ കണ്ണ് നിറഞ്ഞു. ആദ്യമായാണ് ഇങ്ങനെ. ജാനകിയുടെ ഒരു കൈ രുദ്രൻ്റെ കയ്യിലും ഒരു കൈ അവളുടെ വയറ്റിലുമായിരുന്നു. ഒഴിഞ്ഞ വയറിൽ പതിയെ തലോടിക്കൊണ്ട്, എൻ്റെ കുഞ്ഞു പോയല്ലേ ഏട്ടാ. അതിന് രുദ്രൻ അവളുടെ നെറുകിൽ തലോടുക മാത്രമാണ് ചെയ്തത്. ഏട്ടാ, എനിക്കറിയാം, എനിക്കിവിടെ നല്ലത് മാത്രമേ എൻ്റെ ഏട്ടൻ ചെയ്തിട്ടുള്ളൂ എന്ന്. പക്ഷെ ഞാനാണ് സഹോദരനെ മറ്റൊരു കണ്ണിൽ കണ്ട അനിയത്തി. ജാനകിയുടെ വെളിപ്പെടുത്തൽ ഇഷയിൽ ഞെട്ടലുണർത്തി. അവൾ സംശയത്തോടെ ജാനകിയെ നോക്കി. ഏട്ടത്തിയുടെ സംശയം ശരിയാണ്. ഞാനാണെന്ന് ഏട്ടത്തിയെ സംസാരിച്ചത്. ഏട്ടനോടുള്ള എൻ്റെ ഇഷ്ടമില്ലാതാക്കിയ നിങ്ങളോട് എനിക്ക് പക്കയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏട്ടൻ ഏട്ടത്തി അയച്ച മെസ്സേജുകൾ ഞാൻ ഏട്ടൻ കാണാതെ ഡിലീറ്റ് ചെയ്തത്. ഒരു മിനിറ്റ് അവൾ നിർത്തി. എന്നിട്ട് എന്തോ ആലോചിച്ചതുപോലെ, അല്ല, അങ്ങനെയല്ല, എന്നെക്കൊണ്ട് ചെയ്യിച്ചതാണ്. എൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചതാണ്. എനിക്കറിയാം. പലരുടെയും വാക്ക് കേട്ട് ഞാൻ തെറ്റാണ്, പക്ഷെ കണ്ടില്ലേ, അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞ്. അത്രയും പറഞ്ഞവളെ എണീക്കാൻ നോക്കി. പെട്ടെന്ന് നിത്യ, വേണ്ട, എണീക്കണ്ട, സർജറി കഴിഞ്ഞല്ലേ ഉള്ളൂ. നിത്യേച്ചി പ്ലീസ്. മരവിപ്പ് അപ്പോഴും മാറാത്തതിനാൽ ജനിക്ക് വേദന അറിയാൻ കഴിയുന്നില്ലായിരുന്നു. അവസാനം ജാനിയുടെ വാശിയിൽ നിത്യയ്ക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അവൾ പതിയെ നടന്ന് ജനലിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്ന ഇഷയോട്, ഏട്ടത്തിയുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ കാരണക്കാരി. പക്ഷേ ഇതെല്ലാം എന്നെക്കൊണ്ട് ആരാണ് ചെയ്യിച്ചതെന്ന് അറിയേണ്ട ഏട്ടന്. അയാളാണ് ദേവൻ, എൻ്റെ ഭർത്താവ്. അയാളാണ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലാൻ നോക്കിയത്.
അത് കേട്ടുകൊണ്ട് റൂമിലേക്ക് കയറി വന്ന ജയനും സംഘവും ജാനിയുടെ വെളിപ്പെടുത്തലിൽ എല്ലാവരും ഞെട്ടി അവളെ നോക്കി. രുദ്രൻ ഒഴിച്ച്. തുടരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചു നമ്മുടെ വില്ലൻ ആര് എന്ന് കണ്ടെത്താൻ പറ്റുമെന്ന്. ആരും കണ്ടെത്തിയില്ല. പക്ഷെ നമ്മുടെ ഒരു ഏലിയൻ ഗേൾ ആള് എനിക്കൊന്നൊരു ചെറിയൊരു 20 പാട്ടൊക്കെ ആയപ്പോഴേക്കും ആള് കണ്ടുപിടിച്ചായിരുന്നു ദേവനാണ് വില്ലൻ എന്ന്. അപ്പോൾ കൺഗ്രാജുലേഷൻ ടു ഹർ. അപ്പം നാളെ കാണാം അടുത്ത ഭാഗവുമായി. നാളെയല്ല, അടുത്ത ദിവസം അടുത്ത ഭാഗവുമായി കാണാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്റ്റോറിയുടെ കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2 സ്റ്റോറി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ചികിത്താൻ്റെ പ്രണയവും വിവാഹവും. ഇത് 2 ഞാൻ ഡെയിലിയാണ് എഴുതി വൈകിട്ടത്തേനാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഒപ്പം ഞാൻ പ്രതിലിപിയിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. അവിടെ കുറേ 10,000 പേര് എനിക്ക് ഫ്രണ്ട്സും നമ്മുടെ കഥ വായിക്കുന്നവരും ഉണ്ട്. ഞാൻ യൂട്യൂബിലോട്ട് തിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ മറന്നുപോയി. അതുകൊണ്ട് പ്രതിലിപിയിൽ സ്റ്റോറി ഇപ്പം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ദിവസം അവിടെ, ഒരു 2 ദിവസം ഇവിടെ, അങ്ങനെ. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.